ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ? അതെ, ബാംഗ്ലൂർ ജ്യൂസിലാണ് കേട്ടോ. ഇവർക്ക് കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന കഞ്ഞിക്കുഴിയിലുള്ള അവരുടെ ബ്രാഞ്ചിലാണ്. ഞാൻ നേരത്തെ തെള്ളകത്ത് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റുമാനൂർ സൈഡിലുള്ള എവിടെയാണെങ്കിലും ബാംഗ്ലൂർ ജ്യൂസ് പൊളിയാണ്. ഫുഡിന്റെ ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും സ്റ്റാഫിന്റെ ഡീലിംഗ് ആണെങ്കിലും എല്ലാം സൂപ്പറാണ് കേട്ടോ. അതും വളരെ വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടാണ് അവർ ആ ഒരു ഷോപ്സ് എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കഞ്ഞിക്കുഴിയിലുള്ള ബാംഗ്ലൂർ ജ്യൂസിന്റെ ബ്രാഞ്ചിലാണ്. ഇവിടെ ഒന്ന് ബാംഗ്ലൂർ ജ്യൂസിലും കൂടി ഒന്ന് കയറി ഒന്ന് ചില്ലായിട്ട് പോകാതെ. അപ്പം ഞാനും എൻ്റെ അനിയൻ അപ്പവും പിന്നെ അന്നക്കുട്ടിയും ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്ന് ബാംഗ്ലൂർ ജ്യൂസിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അന്നക്കുട്ടി അവിടെ വിശാലമായിട്ടുള്ളൊരു സീറ്റൊക്കെ കിട്ടി അതിലൂടെ ഓടിക്കളിച്ച് നടക്കുവാണ്. കുറേ നേരമായിട്ട് അവൻ എന്താ വരാത്തേ എന്നുള്ള ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് മടുത്തിരിക്കുകയാണ് ആൾ കേട്ടോ. അപ്പം നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബാംഗ്ലൂർ ജ്യൂസിൽ എത്തിയിരിക്കുന്ന ആർക്കും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ഡിഷാണ് ഇവരുടെ സാൻഡ്വിച്ച്. എഗ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, അങ്ങനെ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചിക്കൻ സാൻഡ്വിച്ച് ആണ് കേട്ടോ. 110 രൂപയാണ് ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ റേറ്റ് വരുന്നത്. ഈ 110 രൂപയ്ക്ക് 4 പീസ് സാൻഡ്വിച്ച് ആണ് വരുന്നത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തത് ഫലൂഡയാണ്. ബോംബെ ഫലൂഡ എന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് വരുന്നത്. 130 രൂപയാണ് ഈ ഒരു ഫലൂഡയ്ക്ക്. വളരെ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ എന്തോ നല്ല ഏലക്കാടൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ അതിൻ്റെ അകത്ത് ഫീൽ ചെയ്തു കേട്ടോ. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലും ആണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫലൂഡയാണ് ഈ ബോംബെ ഫലൂഡ. ആക്ച്വലി ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇതൊക്കെ ഇരുന്ന് ആയിട്ട് എത്തിയിട്ടോ. ഇവനാണ് സിസ്ലിംഗ് ബ്രൗണി. ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. ഈ ഒരു സംഭവം ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ മുഴുവൻ ഭയങ്കര പുകയായിരുന്നു. എൻ്റെ കുട്ടി പേടിച്ച് അപ്പൂരെ പുറകിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഇതിൻ്റെ പുകയും ആകെ സൗണ്ടും എല്ലാം കൂടി കേൾക്കുമ്പോഴത്തേനും. എന്നാൽ ഈ ഒരു പ്രസൻറ്റേഷൻ തന്നെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തത് തന്നെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു നമ്മുടെ അടുത്തിരുന്ന ഒരാൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കണ്ടു. അന്ന് മനസ്സിൽ കയറിയതാണ്, ഞാൻ നോക്കി വെച്ചിരുന്നതാണ് ഈ ഒരു ഐറ്റം മേടിക്കണമെന്ന്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സംഭവം ഈ ഒരു ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ചൂട്, നാക്ക് പൊള്ളി. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സിസ്ലിംഗ് ബ്രൗണി ഷൂട്ട് ചെയ്ത സമയത്ത് ഇവിടെ എൻ്റെ അപ്പ ഇരുന്ന് സാൻഡ്വിച്ചിൽ നിന്ന് മാറി നേരെ ഫലൂഡയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഐറ്റം എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ആ ഒരു കേക്കിൻ്റെ മുകളിൽ, ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഐസ്ക്രീം വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് അവരവിടെ ചൂടായിട്ടുള്ള ആ ഒരു, എനിക്ക് തോന്നുന്നു ചോക്ലേറ്റാന്ന് തോന്നുന്നു, അവരെ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ടേസ്റ്റാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും മടുക്കും കേട്ടോ. ഭയങ്കര മധുരമാണ് പിന്നീട് കയറി വരുന്നത്. അപ്പം ഞങ്ങൾക്ക് തന്നെ അവിടെ ആ റേറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ബാംഗ്ലൂർ ജ്യൂസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കും കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റോടെ ഫലൂഡയും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. എങ്ങനെയുണ്ടോ? അന്നെ അടിപൊളിയാണോ? അന്നെ നല്ലതാണോ?